വാഹനം അപകടം നടന്ന സ്ഥലത്തിന്റെ കോൺരാശിയിലായിട്ട് തന്നെ ഉണ്ട് ഈ വാഹനം എന്ന് തന്നെയാ പറഞ്ഞത്. ഒരു മാറ്റം അതിനകത്ത് ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല. ഇപ്പോഴും എന്നെ ഇന്ന് ഒരു 3-4 എല്ലാവരും വന്നവരടുത്തെല്ലാം ഞാൻ പറഞ്ഞു, ജോത്സിനെ കണ്ടിരുന്നുവെങ്കിൽ ജോത്സിന് ഇവിടുന്ന് പോയിട്ട് ഈ സാധനം കണ്ടുള്ളൂ, യാതൊരു തർക്കമില്ലാത്ത കാര്യം. അതിന് തെളിവുകളുണ്ട് ഇവിടെ എന്ന് പറയാതെ അങ്ങേക്ക് അവിടെ പോകൂടെ. ഞാൻ പറയും, എന്നെ വന്ന് കൊണ്ടുപോയാൽ കൃത്യമായിട്ട് ഞാൻ അങ്ങയോടൊപ്പം വരും. സധൈര്യമല്ലേ പറയുന്നേ? എന്നെ നിങ്ങൾ കൊണ്ടുപോയാൽ ഞാൻ വരും. ഇവിടുന്ന് എന്നെക്കാട്ടി വലിയ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പോയിട്ട് കർണാടക സ്റ്റേറ്റിന് ഇപ്പുറം നിൽക്കുക അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ. ഈ തന്ത്രി നിങ്ങൾക്ക് അറിയുണ്ടാവും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടി പാട്ടൊക്കെ എടുത്ത് വൈറലാവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറലാവാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അബിഗേൽ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാണാതായ സമയത്ത് ഇയാൾ എന്തോ പ്രവചനം നടത്തി. അയാൾ കണ്ടുപിടിച്ചതുപോലെ കേരള പോലീസ് ഒന്നല്ല കണ്ടുപിടിച്ചത്, ഞാനാണ് കണ്ടുപിടിച്ചെന്ന രീതിയിലാണ് ആള് വൈറലാവാൻ ശ്രമിച്ചത്. ഇപ്പൊ ഈ വിഷയത്തിൽ അർജുന്റെ വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു ക്ലിപ്പാണിത്. ഈ ക്ലിപ്പ് പറയുന്നത് മിനിഞ്ഞാന്നാണ്. അതായത് മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോ ആണ്. ഇന്നലെ ഉച്ചക്ക് 12 മണിക്ക് മുന്നേ ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് അർജുനെ കണ്ടെത്താൻ കഴിയും എന്നാണ്, ലോറി കണ്ടെത്താൻ കഴിയുന്ന പറയുന്നത്. അത് അർജുനെ എന്ന രീതിയിലേക്കും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കണ്ടെത്തും എന്ന് പറയുന്ന ഇയാള് ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മനുഷ്യന്മാരുടെ കഴിവുകളും അതൊന്നും ഇനി വില പോവില്ല, കാരണം ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു എന്ന രീതിയിലാണ് ആള് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ സമയം അതിക്രമിച്ച് അത് കഴിഞ്ഞു പോയി. ഇങ്ങനെയുള്ള ആളുകളെ പൊക്കി പറയുന്ന ആളുകളെ ഞാൻ എന്താ പറയാ, വളരെ മോശമാട്ടോ. കാരണം ഇവിടെ ശാസ്ത്രത്തിനേക്കാൾ മുകളിലാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇയാളിന് എത്രത്തോളം ഈ ഒരു രീതിയിൽ പണം സമ്പാദിച്ചു എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾ അടുത്ത ഒരു ക്ലിപ്പ്, അതായത് ഇന്നെടുത്ത ഒരു ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ അയാളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന ഐഫോണുകളുടെ എണ്ണം ഒന്ന് നോക്കിയാൽ മാത്രം മതി ഇയാൾ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവിടെ പോകാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയാനെ സ്വന്തമായിട്ട്. ഇവിടെ ആദ്യം വാർത്തയിലൊക്കെ വന്നു, അവിടെ ആരെയും കടത്തി വിടുന്നില്ല. രക്ഷാപ്രവർത്തനം എന്നവരെ പോലും അവരോട് അടുപ്പിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ നമ്മളെ കുറെ ആൾ ചെല്ലുന്നത്? ഈ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞെടുത്തുനിന്ന് ഇങ്ങനെ ലോറി കിട്ടിയെന്ന് സുഹൃത്തുക്കളായിരിക്കും പറയുന്നത്. അപ്പം അവരോട് എന്തെങ്കിലും ഒരു മറുപടി സാധാരണ ഞാൻ സ്പീക്കറുടെ ഫോൺ എടുക്കാറ് ഒരാൾ വിളിക്കുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഇത് എടുക്കാത്ത കുറെ കോൾ വന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അയാളെ ചുറ്റുവട്ടത്ത് എത്ര ഐഫോൺ ഇരിക്കുന്നത് കൊണ്ട് ഒരു കടയിൽ ബിസിനസ്സിന് വെച്ചിരിക്കുന്ന അത്രത്തോളം ഉണ്ട്. ഇത്ര അധികം പണം അയാൾ ഉണ്ടാക്കിയത് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടാണ്, നുണകൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്നെ അവിടെ കൊണ്ട് ഇരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ആ കറക്റ്റ് സ്ഥലം കാണിച്ചു തരുന്നത്. എന്ത് ഊള സ്വഭാവമാണ്, എന്ത് ഊള പരിപാടിയാണ് പറയുന്നത്, എന്ത് സ്വഭാവം എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവിടേക്ക് ഇയാളെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ എനിക്ക് എവിടെ ഇരുന്ന് എന്തും പറയാം, ഇക്കും പറയാം, ഞാൻ കറക്റ്റ് കാണിച്ചു തരാം സ്ഥലം എന്ന് എനിക്കും പറയാം. എന്നിട്ട് ഞാൻ കബഡി നേരത്തെ രാഹുല് കേതുവില് ചുക്കള് മക്കളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഉടായ്പ് കാര്യങ്ങളായിട്ട് വന്നിരിക്കും. ഇപ്പൊ ഇന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. ഇപ്പോഴത്തെ നേവി പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇന്നൊരു ട്രയൽ ആയിട്ടുള്ള ഒരു ഡൈവ് ഇന്ന് നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം അവർ കൃത്യമായി ഇറങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചക്ക് 12 മണിയോടുകൂടി ഇത് കണ്ടെത്തും എന്നാണ് പറയുന്നത്. ഇന്നലെ ഉച്ചക്ക് 12 മണിയോടുകൂടി അല്ല കണ്ടെത്തിയത്, വൈകുന്നേരമായപ്പോഴേക്കാണ് കണ്ടെത്തുന്നത്. ഇവിടെയാണ് അതിന്റെ സിഗ്നൽ. ഇയാള് ഇവിടെ സിഗ്നൽ ആളുകൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത്, സിഗ്നൽ കിട്ടുന്ന സമയത്ത് ഇയാള് പറയണാണ്, ഇവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കാടോ. ഇങ്ങനെയുള്ള ഊളകളെ കൂടെ നിർത്തരുത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാണ്. ഈ രാജ്യം നശിപ്പിക്കാൻ ഇങ്ങനെയുള്ള കുറെ എണ്ണം മതി. ഇവിടെ ശാസ്ത്രത്തിനേക്കാൾ മുകളിലാണ് ഈ പരിപാടി, ഈ കബഡി നിരത്തൽ എന്നുള്ള ഒരു എന്താ പറയാ, ഇവിടെ ഒരുപാട് ആളുകളുടെ ജീവിതം ഇല്ലാതാക്കിയ ഒരു സാധനമാണ് ഈ കബഡി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളുടെ അല്ലെ, എത്ര പെൺകുട്ടികളുടെ കല്യാണം മുടക്കിയ സാധനമാണ്, എത്ര പുരുഷന്മാരുടെ കല്യാണം മുടക്കിയ സാധനമാണ് ഈ കബഡി എന്ന കാര്യം. ഇപ്പൊ അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അത്ര അധികം ആളുകൾ ഇങ്ങനെ വിഷമിച്ച് കാത്തിരിക്കുകയാണ്. ഇയാൾക്ക് അങ്ങനെ വലിയൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിനെ ഒന്ന് കാണിച്ചു തരട്ടോ, അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികൾ ഒരുപാടുണ്ട്. എല്ലാവരും കബഡി നിരത്തിട്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയും, കാണിക്കില്ല. ഇവിടെ എങ്ങനെയെങ്കിലും മീഡിയയുടെ മുന്നിൽ ഒന്ന് പ്രസൻസിറ്റി ഒന്ന് വലുതാവണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഊളകൾക്ക് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ഇയാളുടെ കുറെ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് മതസൗഹാർദ്ദത്തിന്റെ പേരാണ് ആ ഒരു ഇത് ഷർട്ടൊക്കെ അഴിച്ചിട്ട് മാല ഞാൻ പോണൂര് മറ്റേ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു മുസ്ലിം പാട്ട് പാടി കഴിഞ്ഞാൽ മതസൗഹാർദ്ദമായി എന്നുള്ള ഒരു ധാരണയാണ്. ഇവിടെ ഇങ്ങനെ ഒന്നും കാണിച്ചു കൂട്ടാതെ തന്നെ മതസൗഹാർദ്ദം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, രാജ്യം മുഴുവൻ പറയുന്നില്ല, ഈ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും എന്താണ് മതസൗഹാർദ്ദം എന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം.
അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒന്ന് കണ്ടെത്തി കരക്കെ എത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറെ എണ്ണ ഇരുന്ന് കബഡി നിരത്തി ഞാൻ കണ്ടെത്തിയതാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു വരുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് അറിയാം അവിടെ നമ്മളെ കൊണ്ടുപോകില്ല എന്ന്. അപ്പൊ ഇവിടെ ഇരുന്ന് എന്തും പറയാന്നുള്ള ഒരു ധാരണയിലേക്ക് പോകുമ്പോൾ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്ത് അതപ്പതന. ഇയാളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബർമാരെ പറഞ്ഞാൽ മതി, ഇങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബർമാരെ പറഞ്ഞാൽ മതി. ചില കമന്റുകൾ കാണണം, ഇയാൾ വലിയ സിദ്ധിയുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റുകളാണ്. ചക്ക വീണ് മുയൽ ചത്തു എന്നല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുൻവിധിയോടുകൂടി മുൻകൂട്ടി ആർക്ക് കണ്ടെത്താൻ കഴിയും? ആർക്കും കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഇവരിരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കും. കാണിപ്പയ്യൂരിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? ഈ വർഷം മഴയില്ല, ഇവിടെ തരിശായി കിടക്കാൻ പോവുക എന്ന് പറഞ്ഞ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ പെയ്തിട്ട് ഇവിടെ പ്രളയം വന്നതാ. അതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇയാൾ പറയുന്ന കുറെ യഥാർത്ഥ നല്ല പണിക്കരുണ്ട്. എന്ത് പണിക്കരാന്നറിയോ? വെറുതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിഴിച്ചു നോക്കിയിട്ട് അവസാനം പറയും ഇത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്, പക്ഷെ അത് വേണമെങ്കിൽ പരിഗണിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളെങ്കിലും ഉണ്ട്. ഇതെന്തായാലും ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി, ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു പരിപാടി, കേരളത്തിൽ മാത്രം. കബഡി നിരത്തിക്കൊണ്ട് ആളുകളുടെ ആയുസിനെ നിശ്ചയിക്കുന്ന മനുഷ്യന്മാര്. ജീവനോടെ കിട്ടും എന്നുള്ളൊരു കാര്യം എന്ന് അദ്ദേഹം പറയട്ടെ. അതൊന്നും പറയില്ല. ലോറി ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള, പിന്നെ ഈ എന്താണ് ആത്മാവി അല്ലെങ്കിൽ മറ്റുള്ള സംഭവം ഇവിടെ നിന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കത്തെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം. ഷർട്ട് അയച്ച് 45 മാലയും ഇട്ട് കുറെ മോതിരവും ഇട്ട് അങ്ങനെ കുറെ കുറിയും ഇട്ടിട്ട് ആർക്കും ഇരുന്ന് ഇങ്ങനെ ഊളത്തരം പറയാൻ കഴിയും. അതിന് വലിയ തർക്കമൊന്നും വേണ്ട. ഇത് ശരിക്കും പറയുന്നത് എനിക്ക് സങ്കടം തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പല രീതിയിൽ ഇവിടെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇവിടെ മുതലെടുപ്പിന്റെ ഒരു പരിപാടിയായിട്ട് വരുന്ന ആളുകളെന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? ഓരോ നിമിഷവും നമ്മളെല്ലാവരും നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുകയാണ്, ഒരു ഫാമിലി മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുനെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന്. ആ ഒരു സമയത്ത് ഇതാണ് എന്റെ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കബഡി നിരത്തുന്ന ആളുകളും വന്ന് കബഡി നിരത്തിയിട്ട് അതും ഇതും പറയുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവരൊക്കെ പറയാ? ഇവരെ പ്രൊമോട്ട് ചെയ്ത യൂട്യൂബർമാരെ വേണം ആദ്യം പറയാൻ. ഇതിവിടെ ഇന്ന് ചൂണ്ടി കാണിച്ചില്ലെങ്കിൽ പിന്നെ അതിന് അവസരം കിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പറഞ്ഞ സമയം അതിക്രമിച്ചു, അയാൾ പറഞ്ഞൊരു സമയം കഴിഞ്ഞുപോയി. ഇനിയിപ്പോ അയാൾ പറഞ്ഞ സമയത്ത് കിട്ടിയാൽ പോലും അത് അയാളുടെ കഴിവിന്റെ മുകളിലേക്ക് കൊണ്ട് ഇടാൻ പറ്റില്ല. ഇവിടെ അത്രയധികം സാങ്കേതിക വിദ്യകളും അത്ര അധികം മാൻ പവർ ഒക്കെ ഉപയോഗിച്ച് അത്രയും ബ്രെയിൻ ഉപയോഗിച്ച് മനുഷ്യന്മാർ ഇവിടെ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഓരോന്ന് കണ്ടെത്തുമ്പോൾ അതിന്റെ ഒക്കെ മുകളിൽ ഒരു നാരങ്ങ തൂക്കിയിട്ടിട്ട് എല്ലാ പ്രസക്തിയും അതിന് കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിനെ അധപ്പതനത്തിലേക്ക് താഴ്ത്തിയിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പല ആളുകളും ഇയാളെ പൊക്കി കമന്റ് ഇടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കുക, വെറുതെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. ഒരാൾക്കും ഒരാളുടെ ഭാവി നിർണ്ണയിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ സ്വാഭാവികമായി വിധിയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് സംഭവിക്കുന്നു ഒരു നിമിഷം കഴിഞ്ഞ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ കബഡി നിരത്തി കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സുകുമാരക്കുറുപ്പിനെ പോലെയുള്ള ഒരുപാട് പിടികിട്ടാ പുള്ളികളും ഒരുപാട് കളവ് നടന്നിട്ടുണ്ട്. അതൊക്കെ ഇയാൾ മഷി ഇട്ടിട്ടോ അല്ലെങ്കിൽ കബഡി നിരത്തിയിട്ടോ കാണിച്ചു തരട്ടെ, എന്നിട്ട് കൃത്യമായിട്ട് അവിടുന്ന് അത് പൊക്കിയെടുക്കട്ടെ. ഒരിക്കലും സംഭവിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ വിഷയം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അർജുൻ അവിടെ ആളുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വേണ്ടിവരും. അതുവരെ ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.